അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖഹിലെ 11ാമത്തെ പാഠം അദ്ദർസുൽ ഹാദി അഷറ സയ്യിദുൽ അയ്യാം. വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. വിശ്വാസികളുടെ ആഘോഷ ദിവസമാണത്. പുരുഷന്മാർ നേരത്തെ പള്ളിയിൽ എത്തിച്ചേരും. വെള്ളിയാഴ്ചയിലെ ആദ്യ സമയം പള്ളിയിൽ എത്തുന്നവർക്ക് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമുണ്ട്. പിന്നീട് വരുന്നവർക്ക് മാടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, ശേഷം വരുന്നവർക്ക് ആടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, തുടർന്ന് വരുന്നവർക്ക് കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, അതിനുശേഷം വരുന്നവർക്ക് ഒരു കുരുവിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, അതിനുശേഷം വരുന്നവർക്ക് ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലവും ലഭിക്കും. പ്രഭാതം മുതൽ ഇമാം ഖുതുബക്ക് മിമ്പറിൽ കയറുന്നത് വരെയുള്ള സമയം 6 ആയി ഭാഗിച്ചുകൊണ്ടാണ് പ്രസ്തുത കർമ്മം കണക്കാക്കുന്നത്. വെള്ളിയാഴ്ചയിൽ ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രത്യേക സമയമുണ്ട്. ഒരാഴ്ചയുടെ പാപം പൊറുക്കാൻ ജുമുഅ കാരണമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്വതന്ത്രരും ശർഈയായ ഉദ്റുകളില്ലാത്തവരുമായ എല്ലാ പുരുഷന്മാർക്കും ജുമുഅ നിർബന്ധമാണ്. ശർഈയായ കാരണമില്ലാതെ 3 ജുമുഅ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീല് വെക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. ജുമുഅ നഷ്ടപ്പെടുമെന്ന് വന്നാൽ വെള്ളിയാഴ്ച സുബഹിന് ശേഷം യാത്ര പോവൽ ഹറാമാണ്. ജുമുഅ നിർബന്ധമായ നാട്ടിൽ വെച്ചാവുക, ളുഹറിൻ്റെ വഖത്തിലാവുക, ജുമുഅക്ക് മതിയാവുന്ന 40 ആളുകളെ കൊണ്ടാവുക, 2 ഖുതുബക്ക് ശേഷമാവുക, ജുമുഅയുടെ 1-ാം റക്അത്ത് ജമാഅത്തായി നടക്കുക, ആ ജുമുഅയോട് കൂടെയോ അതിൻ്റെ മുമ്പോ ആ ദിവസം ആ നാട്ടിൽ മറ്റൊരു ജുമുഅ നടക്കാതിരിക്കുക. എന്നാൽ ശർഈയായ ചില കാരണങ്ങളാൽ ഒരു നാട്ടിൽ ഒന്നിലധികം ജുമുഅ അനുവദനീയമാവുന്ന സാഹചര്യമുണ്ടാവാം. തുടങ്ങിയവ ജുമുഅയുടെ ഷർത്തുകളാണ്. വെള്ളിയാഴ്ച രാപ്പകലുകളിൽ സൂറത്തുൽ കഹ്ഫും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും കൂടുതലായി ചൊല്ലുക. സുബഹിനു ശേഷം കുളിക്കുക. നഖം മുറിച്ചും ശരീരത്തിലെ അഴുക്ക് നീക്കിയും വൃത്തിയാവുക. നല്ല വെളുത്ത വസ്ത്രം ധരിക്കുക. സുഗന്ധം പൂശുക. നടന്നു പോകുക. ഖുതുബ ശ്രദ്ധിച്ചു കേൾക്കുക. തല മറക്കുക തുടങ്ങിയവ ജുമുഅയുടെ സുന്നത്തുകളാണ്. സ്വാദിഖ് പ്രബന്ധം അവസാനിപ്പിച്ചു. ജുമുഅയെക്കുറിച്ചുള്ള പ്രബന്ധം വളരെ ഭംഗിയായിട്ടുണ്ട്. ജസാക്കല്ലാഹു ഖൈറൻ. ഉസ്താദ് സ്വാദിഖിനെ അഭിനന്ദിച്ചു. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ. ജുമുഅ പാവങ്ങളുടെ ഹജ്ജാണ്. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ഹാദി അഷറ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ്. നുജീബ്, ഉത്തരം എഴുതുക. ആർക്കാണ് ജുമുഅ നിർബന്ധമുള്ളത്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്വതന്ത്രരും ശർഈയായ ഉദ്റുകളില്ലാത്തവരുമായ എല്ലാ പുരുഷന്മാർക്കും ജുമുഅ നിർബന്ധമാണ്. 2. ജുമുഅ ദിവസം പ്രത്യേകം ഓതൽ സുന്നത്തുള്ള സൂറത്ത് ഏത്? സൂറത്തുൽ കഹ്ഫ്. 3. ജുമുഅ ദിവസം വർദ്ധിപ്പിക്കേണ്ടത് എന്ത്? സൂറത്തുൽ കഹ്ഫും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും. 4. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്ത്? വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. വിശ്വാസികളുടെ ആഘോഷ ദിവസമാണ്. 5. വെള്ളിയാഴ്ച 1-ാമത്തെ സമയം പള്ളിയിലെത്തുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലമുണ്ട്. ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം. 6. വെള്ളിയാഴ്ച സുബഹിനു ശേഷം യാത്ര പോവൽ ഹറാമാണ് ആർക്ക്? ജുമുഅ നഷ്ടപ്പെടുമെന്ന് വന്നാൽ. 7. ഒരാളെ അഭിനന്ദിക്കാൻ അറബിയിൽ എന്താണ് പറയുക? ജസാക്കല്ലാഹു ഖൈറൻ. ഇനി നഖ്താറുൽ ഖൗസൈൻ, ശരി ബ്രാക്കറ്റിൽ തിരഞ്ഞെടുക്കുക. ശർഈയായ കാരണമില്ലാതെ ഡാഷ് ജുമുഅ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീൽ വെക്കും. 1, 2, 3. 2. ഡാഷ് ജുമുഅ ഫർളാണ്. പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, എല്ലാവർക്കും. പുരുഷന്മാർക്ക്. 3. ജുമുഅയുടെ സമയം ഡാഷ് വെള്ളിയാഴ്ച പകൽ, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക്, വെള്ളിയാഴ്ച ളുഹറിൻ്റെ സമയത്ത്. ഉത്തരം വെള്ളിയാഴ്ച ളുഹറിൻ്റെ സമയത്ത്. 4. ജുമുഅക്ക് ഉണ്ടായിരിക്കേണ്ട ആളുകളുടെ എണ്ണം ഡാഷ് 27, 40, 40. ഇനി 4-ാമത്തെ വർക്ക് നക്തുബു അയ്യാമുൽ ഉസ്ബൂ, ആഴ്ചയിലെ ദിവസങ്ങൾ എഴുതുക. യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ, യൗമുൽ സലാസ, യൗമുൽ അർബിഅ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമുഅ, യൗമുൽ സബ്ത്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.